ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. മൈലാപ്പൂര് ഡോൺ ബോസ്കോ റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. MLA ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ച് 2 ഘട്ടങ്ങളിലായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മെറ്റൽ നിരത്തിയതിനു ശേഷം മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. റോഡ് തകർന്നതോടെ ബസ് സർവീസുകളും ഓട്ടോറിക്ഷകളും ഈ വഴി വരാതാവുകയും ജനങ്ങൾ വലിയ യാത്രാ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു. ദേശീയപാതയിൽ നീണ്ടകര പാലത്തിൽ ഇന്നലെ വൈകിട്ട് 4:30 ട്രെയിലറിന് പിന്നിൽ ഓട്ടോ ഇടിച്ചു കയറിയ സംഭവത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിലറിന്റെ അടിയിൽ കുടുങ്ങിയ ഓട്ടോയും യാത്രക്കാരെയും ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. തഴവ AVGHS മുല്ലശ്ശേരിമുക്ക് പാതയിൽ കരൂക്കാവ് ജംഗ്ഷന് സമീപത്തെ കലുങ്ക് അപകടാവസ്ഥയിൽ. പാതയിലെ വളവിലാണ് അപകടം പതിയിരിക്കുന്ന കലുങ്കുള്ളത്. കലുങ്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തോട് ചേർന്നുള്ള മണ്ണ് ഇളകിമാറി സ്ലാബ് തെളിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. കൊല്ലം തീരത്തു നിന്ന് 26 നോട്ടിക്കൽ മൈൽ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഇന്ധന പര്യവേക്ഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 542 കോടി രൂപ ചെലവിൽ മുംബൈ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ് 12,000 അടി വരെ താഴ്ചയിൽ ഡ്രില്ലിംഗ് നടത്തുന്നത്. കൊച്ചി തുറമുഖം കേന്ദ്രീകരിച്ച് അത്യാധുനിക സംവിധാനങ്ങളോടെ നടക്കുന്ന ഈ ഖനനം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ക്രൂഡ് ഓയിൽ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ രാജ്യത്തിന് ഇത് വളരെ വലിയ നേട്ടമാകും. കേരള മാരിടൈം ബോർഡിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഷ്ടമുടിക്കായലിൽ സ്പീഡ് ബോട്ട് ഇറക്കും. 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ഉല്ലാസയാത്ര നടത്താനായി ലഭ്യമാകുന്നത്. കൊല്ലം തുറമുഖത്തിന്റെ അധീനതയിലുള്ള ബോട്ടാണ് ഇപ്പോൾ വാണിജ്യാവശ്യത്തിന് നൽകുന്നത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,04,520 രൂപ, ഗ്രാമിന് 13,065 രൂപ.